ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് ചെറിയൊരു യാത്രയുടെ വീഡിയോ ആയാലോ. അപ്പോൾ ഇന്ന് കുളിച്ചൊരുങ്ങി രാവിലെ തന്നെ നമ്മൾ ചെറിയൊരു യാത്ര പോകണം കേട്ടോ. എങ്ങോട്ടാണെന്ന് എനിക്കും വലിയ പിടുത്തമില്ല, എന്നെ കൂട്ടിക്കൊണ്ടുവന്ന ആർക്കും വലിയ പിടുത്തമില്ല. ഞങ്ങൾ രണ്ടാളും തീരുമാനമില്ലാതെ ഇങ്ങനെ ഇറങ്ങിയേക്കാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളൊക്കെയാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറുമ്പ് ചെതലൊക്കെ ജീവിക്കില്ലേ, അതുപോലെ തന്നെയാണ് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ട ശരിയായ മണ്ണ്, നമ്മുടെ ഭൂമിയിൽ മണ്ണ് കൂട്ടി വെച്ചിട്ട് മണ്ണിൻ്റെ ഓരോരോ കൂനകൾ കൂട്ടി വെച്ച് അതിൻ്റെ ഇടയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന പോലെ ഇരിക്കും കേട്ടോ. ഇവിടെ ഒമാനിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഇതേപോലുള്ള കല്ലുകൾ കൊണ്ട് തീർത്തിട്ടുള്ള കുന്നുകളായിരിക്കും നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുക ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഈ കുന്നുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇതൊക്കെ കടലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് ഇതൊക്കെ പുറത്തിറങ്ങി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ അത്ഭുതം തോന്നുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഒമാൻ്റെ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് ചില സമയത്ത് നല്ല തണുപ്പും ചില സമയത്ത് അപാര ചൂടും നൽകുന്ന ഒരു പ്രദേശമാണ്. ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിച്ചു പോയി, പോകുന്ന വഴിക്ക് ചെറിയ കടയൊക്കെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചായക്കടയൊക്കെ ഉണ്ടാവില്ലേ പോകുന്ന വഴിക്ക്, അതേപോലെ വഴിക്ക് ചായക്കടയോ എന്തെങ്കിലും പാനിപൂരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമായിരുന്നു അടിപൊളിയായിരിക്കും ഞാനിങ്ങനെ വെറുതെ വിചാരിക്കും. പക്ഷേ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ സ്ട്രെച്ചായിരിക്കും. നമ്മൾ എവിടെയാണോ എത്തട്ടെ അവിടെ വരെ ഒറ്റ സ്ട്രെച്ച്. അതിനിടയ്ക്ക് അങ്ങനെ കടകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. മിക്കവാറും ഏരിയകളിൽ കിലോമീറ്ററുകളോളം നമുക്ക് കാലിയായിട്ട് തന്നെ പോകേണ്ട വരും. സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഗൾഫ് എന്നുള്ള എക്സ്പെക്റ്റേഷൻ മുഴുവൻ തിരുത്തിക്കുറിച്ച ഗൾഫ് എന്താണ്, ഗൾഫ് നാടുകൾ എന്താണ് എന്ന് എന്നെ മനസ്സിലാക്കി എന്നെ പഠിപ്പിച്ചെന്ന നാടാണ് ഈ കാണുന്ന ഒമാൻ എന്ന് പറയുന്നത്.